അപ്പോൾ നമ്മൾ കാനത്തൂർ നാൽവർ ദേവസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം. ഇതൊരു ചുരുക്കി പറഞ്ഞ ഈ നാട്ടിലെ ഈ ഒരു കോടതി കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇവിടുത്തെ പടിപ്പുര അല്ലെങ്കിൽ കളരി എന്ന് പറയുന്ന ആസ്ഥാനം ഇതാണ്. അപ്പോൾ ഇവിടെയാണ് ചില കാര്യങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരു നീതി നിർവഹണത്തിലൂടെയാണ് ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ സ്ഥാനം അറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പല പല തർക്കങ്ങളുണ്ട്. അതിൽ മിക്കവാറും തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന കുടുംബ തർക്കങ്ങളാണ്. അപ്പോൾ കുടുംബ തർക്കങ്ങൾ, പിന്നെ ഉണ്ടാകുന്നതാണ് വസ്തു തർക്കങ്ങൾ സംബന്ധമായ കാര്യങ്ങൾ, പിന്നെ ഈ പണമിടപാട് സംബന്ധമായ ചില സങ്കീർണമായ വിഷയങ്ങൾ. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെല്ലാം കോടതിയിൽ പോകാതെ തന്നെ ഈ തെയ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ മധ്യസ്ഥ ചർച്ചകളിലൂടെ ഇവിടെ പരിഹരിക്കപ്പെടുന്നു. തെയ്യം നൽകുന്ന തീർപ്പിനെ ഏകദേശം ഒരു അന്തിമ വിധിയായി കണ്ട് ഇവിടുത്തെ ഭക്തർ അത് മനസ്സിലാക്കുന്നു. എന്ത് വലിയ പ്രതിസന്ധിയാണെങ്കിൽ നമ്മൾ ഈ തെയ്യത്തിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു പ്രതിവിധി കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഈ ദേവസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാനത്തൂർ ദേവസ്ഥാനം ദൈവിക കോടതിയായാണ് അറിയപ്പെടുന്നത്. കളരിയുമായി ബന്ധപ്പെട്ട തറവാട് കാരണവരാണ് പലപ്പോഴും തർക്കങ്ങളിൽ മധ്യസ്ഥ വഹിക്കുന്നത്. സത്യം തെളിയിക്കുവാനും നീതി നടപ്പാക്കാനും ആളുകൾ ഇവിടെ എത്താറുണ്ട്. നാൽവർ ദൈവങ്ങളുടെ മുന്നിൽ കള്ളം പറഞ്ഞാൽ ശിക്ഷ ലഭിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് മറ്റൊരു കാര്യം. ഈ ദേവസ്ഥാനത്ത് ഒരു പരാതി ലഭിച്ചാൽ അധികാരികൾ മറുഭാഗത്ത് അല്ലെങ്കിൽ ആ പ്രതിക്ക് ഔദ്യോഗികമായി ഒരു നോട്ടീസ് അയക്കും. നിശ്ചിത ദിവസം ദൈവസ്ഥാനത്ത് ഹാജരാക്കാൻ ഇതിൽ ആവശ്യപ്പെടും. സാധാരണ കോടതികളിൽ നിന്നുള്ള നോട്ടീസിനേക്കാൾ ഒരു ഭയഭക്തിയോടെയാണ് വിശ്വാസികൾ ഈ നോട്ടീസിനെ കാണുന്നത്. ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ദിവസം തന്നെ കളരിയും ഇരുകൂട്ടരും എത്തും. വാദം കേൾക്കും. ഇരുപക്ഷവും തങ്ങളുടെ ഭാഗം വിശദീകരിക്കുന്നു. ഇവിടെ കള്ളം പറയുന്നത് ദൈവകോപത്തിന് കാരണമാകുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ കള്ളം പറയാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവിടെ സാക്ഷികളോ അല്ലെങ്കിൽ മറിച്ച് രേഖകളോ ഒന്നും ആവശ്യമില്ല. തികച്ചും സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രമാണ് മുൻഗണന. ഏതായാലും ഒരു 95% കേസുകളും പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ചർച്ചയിലൂടെ പരിഹാരമാകാത്ത സങ്കീർണമായ കേസുകൾ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. പരാതിക്കാരൻ തൻ്റെ സങ്കടം ദൈവത്തിൽ മുന്നിൽ സമർപ്പിച്ച് മടങ്ങുന്നു. തെറ്റ് ചെയ്തവർ ആരായാലും ഏറെ താമസിയാതെ തന്നെ അതിനുള്ള പരിഹാരവും പ്രായശ്ചിത്തവും ഇവിടെ കിട്ടേണ്ടി വരും. ഇരുഭാഗങ്ങളും ന്യായം നിരത്തിയാൽ ശരിയായ ന്യായം കണ്ടുപിടിക്കുന്നതിന് ജ്യോതിഷമാണ് മറ്റൊരാശ്രയം. ഇത് പഠിപ്പില്ല. പഠിപ്പുര ഈ നേർച്ചയിൽ തീർക്കുന്ന ഇവിടെയാണ്. എല്ലാവരും തീർപ്പ് കൽപ്പിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ തെയ്യം, ഈ കളിയാട്ടം കൂടിയ തെയ്യം അവിടുന്ന് അടുത്ത തെയ്യം ഇടത്തേക്ക് വരും. ഇവിടെ വരും. അമ്പലത്തിൽ അമ്പലത്തിൽ വന്നിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ കൊട്ടാരത്തിലെ ജ്യോത്സ്യരാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ജ്യോത്സ്യ കാര്യങ്ങളൊക്കെ ആക്കുന്നത്. ഇദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. നമസ്കാരം ചേട്ടാ. പേരെങ്ങനെയായിരുന്നു? കുഞ്ഞിരാം ജ്യോത്സ്യർ. എത്ര നാളായി ഇവിടെ? ഞാൻ ഒരു 10 വർഷമായി. 10 വർഷമായിട്ടുണ്ട്. 10 വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠ, എൻ്റെ വലിയച്ഛൻ അവർ ആദ്യം ഉണ്ടായത്. ശരി. ഇവിടെ പ്രശ്നം നോക്കി. പിന്നെ എൻ്റെ അതിൽ മകനുണ്ടായിരുന്നു, എൻ്റെ ഏട്ടൻ നാരായണൻ. അതിന് ശേഷം ഞാൻ അങ്ങനെ പാരമ്പര്യമായിട്ട് മാറി വരുന്നതാണ്. ശരി. ചേട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ഒരു സംഭവം ഈ പഠിപ്പുരയല്ല, ഈ നാൽവർ സ്ഥാനത്ത് എന്താണെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ടോ? എനിക്ക് തർക്കം പരിഹരിക്കുക അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിച്ചത് കാര്യം? അത് പറഞ്ഞാൽ പിന്നെ ഭക്തന്മാർ നേർച്ച തീർക്കുക. കാരണം ഇപ്പോൾ കോടതിയിൽ പോലീസ് സ്റ്റേഷനും കൂടി തീരാത്തത്. അങ്ങനെയൊക്കെ ഇവിടെ തീർക്കും. തീരുന്നുള്ള ഉറപ്പാണ്? തീരുന്നുറപ്പാണ്. അത് ശരി. ഇവിടെ തീർപ്പ് കൽപ്പിക്കാൻ വരുന്നവർ ശത്രുക്കളായല്ല, മിത്രങ്ങളായി ഈ പടിപ്പുരയിൽ നിന്ന് അന്നദാനവും കഴിച്ച് പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരുക്കങ്ങളും ഉത്സവത്തിന് വേണ്ടുന്ന കലവറയും ഒക്കെ ഒന്ന് കാണാം. ഈ സദ്യവട്ടങ്ങളാണ് ഈ 3-4-5 ദിവസങ്ങളിൽ തെയ്യത്തോടനുബന്ധിച്ചുള്ളത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾക്കും അതിനുള്ള പച്ചക്കറികൾ, എല്ലാവിധ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്തേക്കുന്ന സ്ഥലമാണ് കലവറ. അതിവിശാലമായ ഒരു ഹാളാണ് സദ്യയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ സദ്യയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് തയ്യാറാക്കുന്ന ഒരു അടുക്കളയാണ്. നമുക്ക് അടുക്കളയൊന്ന് കാണാം.
ആളുകൾക്ക് കൊണ്ട് വേണ്ട ഭക്ഷണമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നല്ല ചെമ്പാവരി ചോറ്, ഇനി നമ്മൾ ഒരു മനുഷ്യനെ ദൈവമായി കാണുന്ന പഞ്ചുരുളി തെയ്യമാണ് കാണാൻ പോകുന്നത്. ഭക്തിസാന്ദ്രമായ ആ നിമിഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും.